ഹലോ കൂട്ടുകാരെ, ഇപ്പം നമ്മളുള്ളത് കട്ടപ്പനയിലാണ് കേട്ടോ. കട്ടപ്പനയിൽ നിന്ന് നമ്മൾ വേറൊരു അടിപൊളി സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വഴികളും സൈഡിലും എല്ലായിടവും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിയുമ്പോൾ സൈഡിൽ കൂടെയൊക്കെ പച്ചപ്പാർന്ന നല്ല പുല്ലുകളും നല്ല പൂമരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ അതിമനോഹരമാണ് കേട്ടോ. നല്ലൊരു കാഴ്ചയാണ് ഇത്. കണ്ടം എന്ന് പറയാം, പക്ഷേ ഇത് വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അത് പശുവിന് തീറ്റാനും മൃഗങ്ങൾക്ക് പുല്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുക കേട്ടോ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പടുക എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇവിടെ വൈറലായ ഒരു മരമുണ്ട്. ആ മരം കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ഒരു മരമാണ് കേട്ടോ. അത് ഇങ്ങനെ ചാഞ്ഞ്, അതായത് ഇവിടെ പെടന്നെന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയുക, ചാഞ്ഞ് ഒടിഞ്ഞ് ചാടി കിടക്കുന്ന ഒരു മരമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ ഈ മരമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ ആ മരം. ഒരു മരം ഫുള്ള് അങ്ങനെ ഒടിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ലൊരു ഭംഗിയാണ്, നല്ല സീനറിയാണ്. അവിടെ ചെന്നപ്പം തന്നെ വേറെ ഒരു കൂട്ടർ അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൂടുതലും ഇപ്പോൾ പശുക്കളൊക്കെയാണ് ഉള്ളത് കേട്ടോ. പശുക്കളെ അഴിച്ചു വിട്ടേക്കാണ് തീറ്റ തിന്നാനായിട്ട്, പുല്ല് തിന്നാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ കയറാനായിട്ട് പതിയെ അവിടുന്ന്, അതിൻ്റെ ചോടാണ് കേട്ടോ കാണുന്നത്. റിച്ചുകുഞ്ഞ് ആദ്യം കയറി, അതിൻ്റെ പുറകെ ചിക്കുസും കയറിയിട്ടുണ്ട്, പിന്നെ ചേട്ടായി കയറി, പിന്നെ ഞാൻ കയറി. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ ഉരുണ്ട് വിടാതെ പതിയെ അതിൻ്റെ മണ്ടയിലൊക്കെ കയറുന്നുണ്ട്. എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു, എന്നാലും ഞാൻ പിന്നെ പിടിച്ച് ഒരു കൈ ഇങ്ങനെ ഒരു പൊട്ടൽ വീണേക്കുന്നതുകൊണ്ടേ എനിക്കൊരു പേടി. അപ്പോൾ അത് നിൽക്കുന്ന നമ്മുടെ എപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ചേട്ടായിയുടെ ഒക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് കയറി നിന്ന് എടുക്കുക. അപ്പോൾ ചിക്കൂസ് അവിടെ നിന്ന് ഒളിഞ്ഞു വെക്കുക. അപ്പോൾ ഞാൻ ചിക്കൂസിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ മരം കാണാൻ. പിന്നെ ഞാനും ഒരു വിധത്തിലൊക്കെ കയറി അവിടെ നിൽക്കുന്നുണ്ട്. പതിയെ മുമ്പോട്ടൊക്കെ പോകുന്നുണ്ട്. പേടിയുണ്ട്, ശരിക്കും പേടിയുണ്ട് വീഴുമെന്ന്. എന്നാലും ഞാൻ കയറി കേട്ടോ. കയറി അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ടാണ് ആ പാടുപെടുന്നത്. വീഴാതെയൊക്കെ നിന്നു. നല്ല രസമാണ് ആ മേഘമൊക്കെ കാണാൻ കേട്ടോ. മേഘത്തിൽ മുട്ടി ഇങ്ങനെ നിൽക്കുന്ന പോലെയൊക്കെ തോന്നും നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ മരം ഒടിഞ്ഞു വീണത്തിൻ്റെ തുമ്പിൽ പോയി കുഞ്ഞാവ കയറി നിൽപ്പുണ്ട്, റിച്ചുകുഞ്ഞ്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ പിടിച്ചായിരുന്നു കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോകാനൊക്കെ തോന്നും. ഇച്ചിരിയോടെ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തേക്കൊന്നും നടന്നു പോയില്ല കേട്ടോ. അങ്ങനെ സൈഡിലേക്കൊക്കെ പോയി ഇച്ചിരിയോടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് ഇവിടം വരെ എത്തേണ്ട സമയം പോകുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇതാണ് കേട്ടോ ഫുൾ മരം. ഞാൻ പറഞ്ഞ സ്ഥലം അവിടെയൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി ഇങ്ങോട്ടൊക്കെ പോരും കേട്ടോ. പക്ഷെ ഞങ്ങൾ വണ്ടി ഇച്ചിരി അപ്പുറത്ത് മാറ്റിയായിട്ടിരുന്നതേ. എന്തായാലും ഇവിടെ വരുന്നവർ, കട്ടപ്പന റൂട്ടിൽ വരുന്നവർ നമ്മുടെ പടുകയൊന്ന് വന്ന് കാണുക. അടിപൊളിയാണ്. നമ്മുടെ ഇൻസ്റ്റയിൽ വൈറലായ ഒരു സംഭവമാണ് കേട്ടോ ഈ മരം. അതിൻ്റെ ഒരു കൊമ്പൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും സാരമില്ല. ആനയാണെന്നൊന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ. ആനയൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അവിടെ. പക്ഷെ കൂടുതലും പോത്തുകളൊക്കെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. കണ്ട ആ മലയൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല ഭംഗിയാണ് കേട്ടോ, അടിപൊളിയാണ് കാണാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടൊക്കെ നടന്നു പോവുകയാണ് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു അരുവി പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവിടുന്ന് ഒരു ജീപ്പ് വരിക. അത് കാണാനായിട്ട് വരുന്ന. പിന്നെ ഞങ്ങൾ ആ ജീപ്പിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചു. കണ്ട, ഇത് അവിടെ ഒരു ചെറിയൊരു അരുവി പോലെ ഉണ്ട്. വെള്ളമൊന്നും വലിയ ഇതായിട്ടൊന്നും ഇല്ല, എന്നാലും മൃഗങ്ങൾക്കൊക്കെ കുടിക്കാനായിട്ടായിരിക്കും അവിടെ ഒരു അരുവി ഉണ്ട്. മൃഗങ്ങളൊക്കെ വന്ന് കുടിക്കണമെന്ന് തോന്നുന്നു. കാൽപ്പടൊക്കെ കിടപ്പുണ്ട്. എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പൊത്തുകളാണ് നിറയെ, വല്ലോ പാമ്പൊക്കെ കാണുകയായിരിക്കും. നിറയെ പൊത്തുകളാണ്. മീനൊന്നും കണ്ടില്ല കേട്ടോ, മീനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാണ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. കണ്ടോ, നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. ബൈ.